ഏത് ഡ്രസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അടുത്തത് ഇന്റെ ഡ്രസ് 100 അത്ര പീസ് 100 എന്താ വില 3000-2000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ 1000-ലൊക്കെയാണ് ഡ്രസ് എടുത്തത്. പെരുന്നാളിന് ഇന്ന് ഇല്ല, ഈ പെരുന്നാളിന് വാങ്ങിയില്ല. കഴിഞ്ഞ പെരുന്നാൾ വാങ്ങിക്കോ. കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിയിട്ടില്ല അല്ലേ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ മറ്റേ ഡ്രസ് എടുക്കാൻ പോയ ഏത് ഡ്രസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനും ഉസ്മാനും കുറെ കാലം കഴിച്ച് എങ്ങനെ ഇരുന്നൊക്കെ സംസാരിക്കുന്നത്. നമ്മള് ലോങ് വീഡിയോയിൽ ഇപ്പൊ വളരെ 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 കുറവാണ്. ലോങ് വീഡിയോ ഇടില്ലാന്ന് തന്നെ പറയാല്ലേ. ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മളിപ്പോ ഇനി ലോങ് വീഡിയോ ഇടണം. ഇൻഷാല്ലാ വീഡിയോ ഇടണം. ഒന്നാമത് ടൈം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും ഇടാത്തത്. സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ നമ്മള് ലോങ് വീഡിയോ ഇടുമ്പോ ലോങ് വീഡിയോ അതിന് എല്ലാവർക്കും ഇഷ്ടാവൂന്ന് അറിയില്ല. പിന്നെ അതല്ല കുറെ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും വേണം. ഇതാകുമ്പോ ഷോർട്സ് ആകുമ്പോ പെട്ടെന്ന് കഴിയും, എല്ലാ പെട്ടെന്ന് കാര്യങ്ങളും അറിയാനും പറ്റും. അപ്പൊ ഇന്ന് നമ്മള് ഡ്രസ് ഒക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. വലിയ മക്കളെ ഡ്രസ് എടുക്കാൻ പോയതൊന്നും പറയണ്ട. 2 ദിവസമാണ് ഡ്രസ് എടുക്കാൻ പോയത്. നിങ്ങള് കണ്ടില്ലേ. അത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാന് രാവിലെ പോയിട്ട് രാത്രി 10-10:30 ഞങ്ങള് വരുന്നത്. രാവിലെ പോയിട്ട് എന്തായാലും കിട്ടി. ആദ്യം പോയപ്പോ ചില ആൾക്കാർ പറഞ്ഞു നമ്മക്ക് ആദ്യം കിട്ടും. എന്നിട്ടിപ്പോ പോയ അന്ന് തന്നെ എനിക്ക് കിട്ടി. എന്നിട്ട് മൂപ്പത്തി കിട്ടിയില്ല. മൂപ്പത്തി ഫുൾ തപ്പലോട് തപ്പല്. ടൈറ്റ് ഉണ്ടാവും, ലൂസ് ഉണ്ടാവും, കളർ പറ്റൂല. എന്നാലും ഞാൻ സാധാരണ എന്തായാലും ഞമ്മക്ക് അത് കാണാം, ഡ്രസ് കാണാം. ഇനി വെറുതെ വലിച്ചു നീരുന്നു. എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓരോന്നായിട്ട് കാണിക്കും. ലോങ് ആക്കണ്ടല്ലോ അധികം വീഡിയോ. അധികം ലോങ് ആക്കി ചടപ്പിക്കില്ല. പെട്ടെന്ന് ഡ്രസ് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ എടുത്ത ആളത് കാണിക്കാം. അല്ല ഫസ്റ്റ് എന്താ കാണിച്ചാൽ ഒരു ഇതുപോലെ അല്ല, അത് ശരിക്കും വേണം. മക്കളത് കാണിക്കാം. ആദ്യം നമ്മളെ മക്കളത് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ മക്കളുടെ ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആരുടെ ഡ്രസ് കാണാം? അയാന്റെ ഡ്രസ് കാണാം. ഇതാണ് അയാന്റെ ഷർട്ട്. കുറച്ച് ഞങ്ങൾ തപ്പി അവസാനം കുഴപ്പമില്ല, നല്ലൊരു രസമുണ്ട് കളേഴ്സ്. പിന്നെ അവൻ ഇട്ടാത് രസം ഉണ്ടാവും, അടിപൊളിയായിരിക്കും. അപ്പൊ അയാന് വാങ്ങിയ ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ജീൻസ് വാങ്ങിയില്ലേ. ജീൻസ് വാങ്ങാത്തതിന്റെ കാരണം വേറൊന്നല്ല, ഓന് കുറെ ജീൻസ് ഉണ്ട്. ഓൻ വാങ്ങിയ ജീൻസ് ഒന്നും മര്യാദ ഇതുവരെ ഇട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്ത ജീൻസ് ഇട്ടിട്ടില്ല. ഓന് ഞാൻ പണ്ടങ്ങനെ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് ഓനിക്ക് ഈ അടുത്ത് ഇട്ടത്. കാരണം അവർക്ക് ലൂസായിരിക്കും. അപ്പൊ സെറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം കൊടുക്കും. അപ്പൊ ഈ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ ഇതെപ്പാ ഇടാന്ന് എനിക്കറിയില്ല. ചിലപ്പോ പറ്റോ ഇല്ലേ, അതായത് സൈസ് ഓവർ ആവുമെന്നൊന്നും അറിയില്ല. ചെറുതല്ല. അപ്പൊ ഇതാണ് അയാന്റെ ഷർട്ട്. നല്ല നീലയും വെള്ളയും റോസ് പിങ്കും പിന്ത് വരുന്ന ഷർട്ടാണ് അയാൾക്ക് എടുത്തത്. പിന്നെ ഇതാന്റെ ഡ്രസ് ജിന്ദാന്. അയാന് ജിന്ദാനെന്നാ വിളിക്കാം. ജിന്ദാന്റെ ഡ്രസ്. അപ്പൊ ജിന്ദാന്റെ ഡ്രസ് ഇതാണ്. ജിന്ദാന്റെ ബ്ലൂ തൊപ്പിയൊക്കെയാണ് അടിപൊളിയാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ എനിക്ക് ചെറിയ കുട്ടികളുടെ ഡ്രസ് കാണാൻ നല്ല രസം. തൊപ്പിയൊക്കെ ഉണ്ടതാ ബാക്കിൽ. എന്റെ ഈ സാധനം പറയുന്നതിന് നല്ലൊരു കളർ. ഏകദേശം അയാന്റെ ഡ്രസ്സും മാച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് അതാണ് ഇതാന്റെ ഡ്രസ്. ഇനി വാങ്ങിയത് ഇത് ഡ്രസ് ഷർട്ട് എടുക്കാൻ പോയപ്പോ അവിടെ ഒരു ട്രൗസർ കണ്ടു. അതെ അപ്പൊ 2 ട്രൗസർ വാങ്ങി. ഒരു ചോപ്പും ഒരു മഞ്ഞയും നല്ല വലിയ ട്രൗസർ. ഇത് വലുത് എന്തിനാ വാങ്ങിയതെന്ന് വെച്ചാല് വെറുതെ എനിക്ക് ഇറങ്ങി പിടിച്ചിരിക്കുന്ന സാധനം ഇഷ്ടമല്ല. അപ്പം കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം. വീട്ടിലൊക്കെ ഇടുന്നതല്ലേ, അപ്പം നല്ല ലൂസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ല ലൂസ് പാന്റ്. പിന്നെ ഇത് ഞങ്ങൾക്ക് രണ്ടാക്കൂടാ. ഒരു ട്രൗസർ ഇടാൻ വേണ്ടി വാങ്ങിട്ട് ഇത് ഇതുവരെ മൂപ്പരെ അയച്ചിട്ടില്ല. ആ ട്രൗസർ ട്രൗസറാണ് ഈ ട്രൗസർ. അപ്പൊ ഇങ്ങനത്തെ 2 കൂടി വാങ്ങി. ഞാൻ ഒന്ന് വാങ്ങി, അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോ വീണ്ടും 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് മമ്മിക്ക് നൈറ്റിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മമ്മിക്ക് അങ്ങനെ എന്താ പറയാ ചുരിദാർ ടോപ്പ് അങ്ങനെ അധികം എടുക്കലില്ല. മമ്മിക്ക് എന്താ സാരി ഓൾറെഡി കുറെ ഉണ്ട്. അതുകൊണ്ട് മമ്മി എടുക്കാൻ വേണ്ടി സമ്മതിക്കില്ല.
ടോപ്പ് ഇതൊക്കെ എടുത്തിട്ട് വന്നാല് ഇങ്ങനെ പറയും എന്തിനടുത്ത് ഞങ്ങളോടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അങ്ങനെ തന്നെ നമ്മളെപ്പോഴും വാങ്ങും നൈറ്റി. അപ്പൊ പിന്നെ നമ്മൾ ഇപ്രാവശ്യം നൈറ്റി തന്നെ കേട്ടോ വാങ്ങിയത്. നൈറ്റി ആകുമ്പോ മമ്മി ഒന്നും മിണ്ടൂല, ഒന്നും പറയണ്ടാവൂല. 2 നൈറ്റി വാങ്ങി ഗൈസ്. വേറെ പോയി ഒരു പച്ചയും ഒരു ഗ്രേയും വാങ്ങി. അപ്പൊ ഇതാണ് മമ്മിന്റെ 2 മാക്സി. മമ്മിക്ക് 2 മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് അടുത്തത് എന്റെ ഉപ്പാക്ക് ഒരു ഷർട്ടിന്റെ ശീല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാക്ക് റെഡിമെയ്ഡ് ഷർട്ട് പറ്റൂല. ഇപ്പൊ റെഡിമെയ്ഡ് ഷർട്ട് ഇടുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇടും എപ്പോ വെച്ചാല് ചാച്ചൂന്റെ ഷർട്ടൊക്കെ ഉണ്ടാവും, അതൊന്ന് ഒഴിവാക്കുമ്പോ. അതങ്ങനെയാണല്ലോ ഉപ്പമാര്. മക്കളത് ഇടാണ്ട് നിൽക്കുമ്പോഴാണല്ലോ അത് എടുത്തിടുക. അങ്ങനെ ഇടുന്ന മാത്രമേ കണ്ടുള്ളൂ. ഉപ്പാക്ക് ആയിട്ട് ഉപ്പ അങ്ങനെ ഷർട്ട് വാങ്ങണ ഞാൻ കണ്ടിട്ടില്ല. റെഡിമെയ്ഡ് പെരുന്നാൾക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, 2 ദിവസം. അപ്പൊ അടിച്ചു കിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് മറ്റേ തന്നെ മതി എന്ന് പറഞ്ഞു. റെഡിമെയ്ഡ് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വാങ്ങാൻ പോയെടുക്കുന്ന റെഡിമെയ്ഡ് എടുക്കാണ്ട് ഇതെടുത്തത് ഉപ്പാക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ പറഞ്ഞു തൽക്കാലം ഒന്നും വേണ്ട, എനിക്കിപ്പോ ഷർട്ട് ഒന്നും വേണ്ട. എനിക്ക് ഇവിടെ കൊറേ ഷർട്ട് ഉണ്ട് ഉപ്പാക്ക്. അപ്പൊ എന്തായാലും നമ്മള് വാങ്ങി കൊടുക്കുമ്പോ നമുക്ക് ഒരു സന്തോഷമല്ലേ. അപ്പൊ ഈ പ്രാവശ്യം ഗ്രേപ്പ് കളർ, പെർപ്പിളും പറയാം അല്ലെ, പെർപ്പിളിന്റെ വേറൊരു കളർ. അപ്പൊ ഈ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കളർ എന്തായാലും എന്റെ ഉപ്പൊക്കെ ഇഷ്ടപ്പെടും, അതെനിക്കറിയാം. ചിലപ്പോ എന്റെ ഉപ്പ ഈ വീഡിയോ കടകളായിരിക്കും അറിയാം. ഇനിയിപ്പോ എന്തായാലും പെരുന്നാൾക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഓൾറെഡി പെരുന്നാൾക്ക് വേറെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അത് മതി, എനിക്ക് പെരുന്നാൾക്ക് വേറെ ഡ്രസ്സ് ഒന്നും വാങ്ങണ്ട പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ച് പരിപാടികൾ വേറെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ട് ശീല ഇനി ഇത് അടിക്കാൻ കൊടുക്കണം. പിന്നെ ഇത് ട്യൂബാണ് ഗയ്സ്. ട്യൂബ് പുറത്ത് വന്നിട്ടുണ്ട്. ട്യൂബിന്റെ മുകളിൽ കേറി ഇരുന്നാൽ ഇങ്ങനെ ഉണ്ടാവും. മൈലാഞ്ചി ട്യൂബ് വാങ്ങിയിട്ട് ഡ്രസ്സിന്റെ കവറിനുള്ളിൽ ഇട്ടാ ഇങ്ങനെ ഉണ്ടാവും. ട്യൂബ് പൊട്ടിന്ന് തോന്നുന്നു. ട്യൂബിന്റെ മോന ഒടിഞ്ഞു തോന്നുന്നുണ്ട് ഗയ്സ്. ഇതൊരു ട്യൂബ്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ ട്യൂബൊക്കെ ഇട്ട് വലസണം. പിന്നെന്താ അടുത്തത് അതൊരു വീട്ടിലിടാൻ വേണ്ടിട്ട്, കുളിച്ചിട്ട് ഇടാൻ വേണ്ടിട്ട് ഒരു ഡെയിലി വെയർ ടൈപ്പ് ഡ്രസ്. ഒരു മഞ്ഞക്കിളിയുടെ മോളി ഇതാക്കണം. ഇതാണ് ഒരു മഞ്ഞ എനിക്കിത് കാണുമ്പോ പഴം പോലെ തോന്നുന്നു. ഇത് കളർ കാണുമ്പോ പഴം ഓർമ്മ വരുന്നു. ഇതാണ് ഞാൻ വാങ്ങി. നല്ല പ്യുവർ കോട്ടൺ ആട്ടോ വാങ്ങിയത്. ചൂടൊക്കെ എടുക്കണം. അല്ല ഇപ്പൊ 2 ദിവസമായി മഴ പെയ്തിട്ട്. ഇത് പിന്നെ ഒരു അത്തർ. ഇവക്കിപ്പോ ഈയിടെയായിട്ട് മൈൽഡ് സ്മെല്ല് മാത്രം പറ്റുള്ളൂ. കാർത്ത പറ്റൂല. ഇവിടെ കൊറേ സ്പ്രേ ഉണ്ട്, അത് പറ്റൂല. സ്പ്രേ ഒന്നും എനിക്ക് പറ്റില്ല. ആ സ്മെല്ലൊക്കെ ഇങ്ങനെ തലക്ക് കുത്തുന്ന സ്മെല്ല്. ഇത് തേച്ചോ? ഈ സ്മെല്ല് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇത് തേച്ചില്ല. കുറച്ച് മൈൽഡ് ആയിട്ട് തേക്കും. ഇത് നല്ല മണാണ്. അപ്പൊ ഒരു അത്തർ വാങ്ങി. 100 റുപ്യന്റെ അത്തർ കഴിച്ചു. 100 റുപ്യ എന്താ വില? എന്നാലും വില കുറവാ. ഇത് കുറച്ച് വലുതാ. ഇതിനെക്കാട് ചെറുത് 50 റുപ്യ 80 റുപ്യ ഉണ്ടാവും. പിന്നെ ഇത് അടുത്തത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഡാഡിന്റെ ഷർട്ട്. ഡാഡിക്ക് നമ്മള് ഷർട്ട് വാങ്ങിയില്ല, അത് പറയണം. ഡാഡിക്ക് ഷർട്ട് വാങ്ങിയില്ല. കാരണം എന്താ വെച്ചാൽ ഡാഡി ഉസ്മാന്റെ ഷർട്ട് തന്നെയാണ് ഇടല്. മീൻസ് ഡാഡി ഇതൊരു പുതിയ ഷർട്ട്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 കൊല്ലമായി. ഈ 2 കൊല്ലം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഡാഡി പുതിയ ഷർട്ട് വാങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ഡാഡി സമ്മതിക്കില്ല. ഡാഡി പറയും എനിക്ക് ഒന്നെങ്കിൽ ലുങ്കിയോ അല്ലെങ്കിൽ തുണി വാങ്ങാൻ പറയില്ല. പക്ഷെ ഞാൻ ഡബിൾ വാങ്ങും. ഡബിൾ തുണി ഉണ്ടല്ലോ, അത് വാങ്ങും. പക്ഷെ കൂടുതലും പറയുന്നോട് ലുങ്കി എന്നല്ല ഇതിന് പറയാ, ലുങ്കി വാങ്ങാനാ പറയാം. അപ്പൊ നിന്റെ ഒരു സന്തോഷത്തിനാണെങ്കിൽ നീ ലുങ്കി വാങ്ങിക്കുമെന്ന് അറിയും. ഷർട്ടൊന്നും വാങ്ങണ്ടാ മതി, കാരണം ഉസ്മാന്റെ ഷർട്ട് തന്നെയാണ്. അതായത് ഞങ്ങൾ രണ്ടാളും ഒരേ സൈസ് ഷർട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാൾക്കും ഏകദേശം ഒരേ ഇതും ബോഡിയും ഏകദേശം ഒരേ. ഞാൻ കുറച്ച് കൂടുതൽ തടിയുണ്ട്, എന്നാലും ഞങ്ങൾ രണ്ടാളും ഒരേ ഷർട്ടുകളാണ് ഇടല്. അപ്പൊ ഇപ്രാവശ്യം വിചാരിച്ച എന്തായാലും ഷർട്ട് വാങ്ങണം. കാരണം ഇത്രയും കാലമായിട്ട് ഷർട്ട് വാങ്ങിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോൾ ഇപ്പൊ ഷർട്ട് തന്നെ വാങ്ങണം. ഡാഡി വാങ്ങണ്ടാന്ന് പറഞ്ഞതാണ്. എനിക്ക് ഷർട്ടോ അങ്ങനത്തെ ഒന്നും വാങ്ങരുതെന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഷർട്ട് തന്നെ വാങ്ങണം. അങ്ങനെ ഒരു ഷർട്ട് വാങ്ങി. ഈ ഷർട്ട് വാങ്ങിയ 2 കാര്യമുണ്ട്. ഇത് ഡാഡി വാങ്ങിയാൽ എനിക്കിടാം, എനിക്ക് വാങ്ങിയാൽ ഡാഡിക്ക് ഇടാം. അതുകൊണ്ട് 30 ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് എടുത്തു. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെക്ക് ഷർട്ട് കേട്ടോ. ബ്ലൂ പീകോക്ക് ഗ്രീൻ അല്ലടാ, പീകോക്ക് കളർ. ഓക്കെ, അതും ചെക്കില് വരുന്ന നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഇട്ടൊരു ഫോട്ടോ ഉണ്ട്, അടിപൊളിയായിരിക്കുന്നു.
ഞാൻ സ്റ്റോറി ഇടാൻ തന്നതിന് സ്റ്റോറി ഇട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കിയ ഇൻസ്റ്റയില്. ഡാഡിന്റെ പേര് കൂടി അത് വേണം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ അത് ഇട്ടില്ല, അപ്പൊ ഞാനത് ഒഴിവാക്കി. അപ്പൊ ഇതാണ് ഷർട്ട്. അപ്പൊ അതാണ് ഡാഡിന്റെ ഷർട്ട്. ഇനി അടുത്ത ഇന്റെ കാണിക്കാട്ടോ. എവിടെ പോയി? യെസ് ഗയ്സ്, 2 ദിവസത്തെ തിരിഞ്ഞ് കിട്ടിയ ഡ്രസ്. 2 ദിവസം തെണ്ടി തിരിഞ്ഞ് കിട്ടിയ ഡ്രസ്. നമ്മളിപ്പോ എന്തെടുക്കുകയാണെങ്കിലും നമുക്ക് എന്താ പറയാ, ഇഷ്ടത്തോടെ എടുക്കണം. നമ്മൾ എടുത്തു കഴിയുമ്പോ ഒരു തൃപ്തി ഉണ്ടാവും. അതിപ്പോ ഇവർക്കൊന്നും ഇല്ലെങ്കിൽ എനിക്കുണ്ടാവണം. എനിക്ക് ഡ്രസ്സിൽ ആൾക്ക് ഇതിനോട് ഇഷ്ടമാണ്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ ഇഷ്ടം നോക്കി നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തതിന് ശേഷം വെറുതെ ഉസ്മാന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കും. വെറുതെ ഒരു ചോദ്യം, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടതേ കളറേ ഞാൻ എടുക്കുള്ളൂ. അപ്പൊ ഷർട്ട് എടുക്കുമ്പോ ഇപ്പോഴും ഓള് പച്ച മതിയായിരുന്നു, ഞാൻ എനിക്ക് ഇല്ലാത്ത കളർ ഞാൻ എടുത്തു. ഓക്കെ, അതെ, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഇടണം, ഏത് കളർ ഇടണം എന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ നോക്കണ്ട. ചില ആൾക്കാർ പറയും നിനക്ക് ആ കളർ ചേരില്ല, നിനക്ക് ഈ കളർ മാത്രമേ ചേരുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഞാൻ എടുത്ത ചുരിദാർ ഇതാണ് ഗൈസ്. ഞാൻ ചുരിദാർ ആട്ടോ എടുത്ത്, കാരണം എനിക്ക് കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ പെരുന്നാൾ എടുത്താല് കല്യാണം കാനത്തൊക്കെ കഴിയും. അതുകൊണ്ട് ഇതെടുത്താല് ഒരു വെടിക്ക് 2 പക്ഷി, 3 പക്ഷി ഉണ്ട്. 2 പക്ഷികളാക്കാം. അപ്പം എന്താ വെച്ചാ മറ്റേത് ഒരു പരിപാടിക്ക് ഒന്നെടുത്ത്, പിന്നെ ഒരു പരിപാടിക്ക് ഒന്നെടുത്ത്, അതിനെക്കാട്ടും നല്ല എന്തിനാ ഒറ്റ പരിപാടിക്ക് 3 പരിപാടിക്ക് ലാഭമൊന്നുമില്ല. ഇപ്പൊ കത്തിയ വില ഡ്രസ്സിനൊക്കെ എന്ത് വില. 3000-2000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ 1000-ലൊക്കെയാണ് ഡ്രസ്സ് എടുത്തത്. അപ്പം ഇതാണ് സാധനം, ഇതാണ് മക്കളെ ഡ്രസ്. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഇഷ്ടായിട്ടോ. ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ്. ലാവൻഡർ ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ് വരുന്നത്. ഇങ്ങനെ ഷോളാണ് കളർഫുൾ അല്ലേ? ഷോള് നല്ല രസാ. ഇതൊരു രസാട്ടോ, ഇതൊക്കെ ഇഷ്ടായി. അപ്പൊ ഇതാണ് ഗൈസിന്റെ ഡ്രസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസിന്റെ ഡ്രസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ല നിങ്ങൾ കമന്റ് ചെയ്യണ്ട, കാരണം കമന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതാണെങ്കിൽ എനിക്ക് വിഷമം. അതുകൊണ്ടാണ് അല്ലല്ല പെരുന്നാൾ മുന്നേ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതാണ് ചുരിദാർ, അതിന്റെ കൂടെ അതിന്റെ പാന്റ്. ഇനി അധികം പറയുന്നില്ല, കാരണം ഇനി ഞാൻ പെരുന്നാളിൽ അന്ന് വ്ലോഗ് ഇടും, അന്ന് നിങ്ങൾക്ക് കാണാം. വെയിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തുറന്നു കാണിക്കും. ഇനി അടുത്തത് ഉസ്മാന്റെ ഡ്രസ്. അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്. എന്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ് രണ്ടും. ഈ 2 കളറും ഇല്ല, ഒരു ലൈറ്റ് ബ്ലൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് രസമുണ്ട്. ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട്. ഇതും ഞാൻ സ്റ്റോറി ഇട്ടില്ല, ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കിയതാ. അല്ല, ഇട്ടിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കി. പിന്നീട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പൊ നമ്മള് പെരുന്നാൾ കോടി വാങ്ങിയാല്, ഇപ്പൊ എന്ത് ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും എന്തിന്റെ കോടി വാങ്ങിയാലും നമ്മൾ അന്ന് ഇടുമ്പോഴല്ലേ അത് കോടിയാവുള്ളൂ. അതിന് മുൻപ് ഇട്ടിട്ട് വീഡിയോ സ്റ്റോറി ഒക്കെ ഇട്ടാൽ എന്ത് രസമല്ലേ. അതായത് നമ്മള് ട്രയൽ റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ എടുക്കൂലേ സെൽഫി, ഇങ്ങനെ അതെടുത്തതാണ്. ഞാൻ പിന്നെ വേഗം സ്റ്റോറി ഇടും. ഇൻസ്റ്റയില് ഞാനാണ് അധികം സ്റ്റോറി ഇടാറ്. ഇത് ചാക്ക് പോലുള്ള തുണിയാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ചൂടായിരിക്കും ഇത് ഇട്ടാല്. ഇത് മഴയത്തോണിയും കിട്ടാൻ പാടാണ്, പക്ഷെങ്കിൽ ഇത് വെയിലത്ത് ഇടാനും പറ്റൂല. മീൻസ് വെയിലത്ത് നമുക്ക് ഇത് ഇട്ടിട്ട് പോകാനും കഴിയില്ല. മഴയത്താണെങ്കിൽ ഇത് ഇടാന്ന് വിചാരിച്ചാൽ മഴയത്ത് ഇട്ട് കഴിഞ്ഞാലോ എന്താ പറയാ, അലകി കഴിഞ്ഞാൽ ഉണങ്ങിയില്ല. നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നെ? ഇത് അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഉണങ്ങാൻ 2 ദിവസം പിടിക്കും, പക്ഷെ ഈ വെയിലത്തിട്ട് ചൂടെടുക്കുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിനെക്കാട്ടും നല്ല പോളിസ്റ്റർ പോലത്തെ ഡ്രസ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പം മെഞ്ഞാന്ന വ്ളോഗിൽ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിരുന്നു. അത് ശരിക്കും നല്ല ചൂടുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. എനിക്കിതും ഫീലൊന്നും ചെയ്യൂല. അത് ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നേരെ ഡ്രസ്. ഇതും മറ്റേതും ഡ്രസ് ആട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഡ്രസ്. കഴിഞ്ഞോ ഇനിയൊന്നുമില്ല, നമ്മൾ ഇത്ര വാങ്ങിയുള്ളൂ. പിന്നെ ചെരുപ്പ് ഷൂ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അതെ, അങ്ങനെ പെരുന്നാൾക്ക് ചെരുപ്പൊന്നും വാങ്ങില്ല. ചെരുപ്പൊക്കെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങണം തോന്നുമ്പോ വാങ്ങുന്നല്ലാണ്ട് പെരുന്നാൾ ഞാൻ അങ്ങനെ ചെരുപ്പ് വാങ്ങില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട്. നിങ്ങളോ? ഞാൻ പിന്നെ വീഡിയോ പറയണ്ട, എന്റെ അടുത്ത് ഷൂ ഉണ്ട്. ഞാൻ ചിലപ്പോ ഇപ്പൊ മഴയൊക്കെ വാങ്ങിക്കണോ? പെരുന്നാളിന് ഇന്ന് ഇല്ല, ഈ പെരുന്നാളിന് വാങ്ങിയില്ല. കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിയിട്ടില്ല അല്ലേ? അതാ ചെരുപ്പ് അങ്ങനെയല്ല. ചെരുപ്പ് ഇപ്പോൾ ഓള് പറഞ്ഞ മാതിരി പൊട്ടിയാലൊക്കെ പെരുന്നാളിന് അങ്ങനെ
വാങ്ങലൊന്നുമില്ല. വാങ്ങുമ്പോ 3-2 ഒക്കെ വാങ്ങും. അപ്പൊ എന്റെ എമ്മിൽ ഇപ്പൊ ഒരു ചെരുപ്പുണ്ട്, ഉസ്മാന്റെ എമ്മിലാണെങ്കിൽ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മള് വാങ്ങല്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ കോടികൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കമന്റ് അടിക്കുക. ഇങ്ങനത്തെ വീഡിയോസ് അല്ല, ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ലോങ് വീഡിയോ ഞങ്ങൾ തരും. ലോങ് വീഡിയോ എടുക്കുമ്പോൾ കുറെ നേരം ഇരിക്കണം, അതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഉറപ്പിരിക്കുന്നത് മതി വീഡിയോ എടുത്തതെന്നാ പറഞ്ഞത്. ഇത് ലാസ്റ്റ് വീഡിയോ കുറെ റീൽ എടുത്തിട്ട് ഇപ്പൊ കൂടെ കേറിയിട്ടുള്ളൂ. ഇത് എടുക്കാൻ മറന്നാണ്. ഇങ്ങനെ ഇരുന്നൂടാ അങ്ങനെ. അപ്പൊ വേഗം ഇതൊക്കെ മടക്കിയിട്ട് ഞാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ നമ്മളെ ഡ്രസ്സ് അപ്പൊ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് പറയാ. പിന്നെ നിങ്ങൾക്കൊക്കെ പെരുന്നാൾ ഡ്രസ് ഒക്കെ എടുത്തോ എന്നുള്ളത് പറയാ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഡ്രസ്സല്ലേ, അതും പറയാ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മള് ഈദ് വ്ളോഗ് ആണ് കേട്ടോ ഇനി വരാനുള്ള വീഡിയോ. ഈ വീഡിയോ കഴിഞ്ഞാല് അടുത്ത ഈദ് വ്ളോഗ് ആണ്. ഞാൻ പിന്നെ ഈ ഈദിന് മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ലോങ് വീഡിയോ ഇട്ടില്ല. ഈദ് മേക്കപ്പ് ലുക്ക് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണാം. അപ്പൊ എല്ലാരും ഈദ് ഉഷാറാക്കാം പറയട്ടെ. അപ്പൊ എല്ലാരും ഈദ് ഉഷാറാക്കാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. ഈദ് അൽ അദ. ഈദ് അൽ അദ മുബാറക്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിൽ ഫോളോയിങ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഇവിടെ കൊടുക്കട്ടോ, അത് പറയാൻ മറന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് മടക്കി വെക്കടാ. പോലടാ. എന്തടാ